നമ്മളിന്ന് ഓർമ്മിക്കപ്പെടുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ KP കുഞ്ഞിമൂസ സാഹിബിനെ സംബന്ധിച്ചാണ്. ജീവിതത്തിൽ എല്ലാവർക്കും പ്രിയങ്കരനായ, അനേക തലമുറകൾക്ക് പ്രചോദനമാകുന്ന ചരിത്രം എഴുതി ഓർമ്മകളുടെ ഖബർസ്ഥാനിലേക്ക് മറഞ്ഞുപോയ പ്രിയപ്പെട്ട KPയെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച ഹരിതം ചരിത്രവേദിയെ ഞാൻ ആമുഖമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ, സമുദായത്തിന്, രാജ്യത്തിന്, സാമൂഹിക മത രാഷ്ട്രീയ രംഗത്ത് നന്മ നിറഞ്ഞ സംഭാവനകൾ സമർപ്പിച്ച് കടന്നുപോയ മനുഷ്യരെ ഓർമ്മിക്കാൻ പ്രിയപ്പെട്ട KP കാണിച്ച സാഹസം അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ആയിരക്കണക്കിന് അനുസ്മരണ ലേഖനം എഴുതിയ റെക്കോർഡ് ഗിന്നസ് ബുക്കിൽ പേര് വരാൻ മാത്രം പ്രിയപ്പെട്ട KPക്ക് അവകാശപ്പെട്ടതാണ്. അനേക തലമുറകളെ പ്രചോദനമാകുന്ന ചരിത്രം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, സോവനീറുകളുടെ സുൽത്താൻ എന്നാണ് പ്രിയപ്പെട്ട KP അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അച്ചടിച്ചിട്ടില്ലാത്ത മാസികകൾ ഉണ്ടാവില്ല. അത്രയധികം പത്രങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും സോവനീറുകളിലും മാസികകളിലും വാരികകളിലും KP കുഞ്ഞിമൂസയുടെ പേര് വന്നിട്ടുണ്ട്. അതിന് കാരണം അദ്ദേഹം വളരെ കൃത്യമായി മരിച്ചുപോയ ആളുകളെ എല്ലാം ഓർമ്മിക്കുന്ന വിധത്തിൽ നല്ല വ്യക്തിത്വങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്താൻ അദ്ദേഹം കാണിച്ച ആർജവമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഓർമ്മിക്കപ്പെടുന്നത്, അദ്ദേഹം ഏതെങ്കിലും ഒരു പരിപാടികളിൽ കടന്നു വരുമ്പോൾ അദ്ദേഹം ആളുകളെ അഭിവാദ്യം ചെയ്യുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ സമ്മാനമായി നൽകുന്ന ഒരു പ്രത്യേകമായ സിദ്ധി KP എല്ലാ കാലത്തും പുലർത്തിയത്. KPയെ പറയുന്നതിൽ എനിക്ക് പ്രത്യേകമായ ഒരു അഭിമാനവും ആവേശമുണ്ട്. കാരണം എൻ്റെ പ്രിയപ്പെട്ട പിതാവ് KE സാഹിബിൻ്റെ നാമധേയത്തിൽ പ്രിയപ്പെട്ട KPക്ക് ഞങ്ങളൊരു അവാർഡ് കൊടുത്തിരുന്നു. KP ജീവിച്ചിരിക്കുന്ന കാലത്ത് KPയെ ഓർമ്മിക്കുന്ന വിധത്തിൽ, KPയെ അനുസ്മരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ 2 പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഒന്ന്, പ്രിയപ്പെട്ട KPയെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നെ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞൊരു പുസ്തകവും, KPയുടെ വിയോഗത്തിന് ശേഷം ഓർമ്മയിൽ എന്നെന്നും എന്ന് പറയുന്ന പുസ്തകവും. ആ 2 പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ ഓർമ്മിക്കുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് നേതാക്കന്മാർക്ക് നല്ലതേ പറയാനുള്ളൂ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനും, അതുപോലെ ഗവർണർ ശ്രീധരൻപിള്ളയും, അതുപോലെ MP വീരേന്ദ്രകുമാരും ഒക്കെ പറഞ്ഞത്, തെറ്റ് കാണുമ്പോൾ മുഖം നോക്കാതെ ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവും പ്രിയപ്പെട്ട KP കാണിച്ചു എന്നാണ്. ഉമ്മൻചാണ്ടി ആ പുസ്തകത്തിനകത്ത് എഴുതി വച്ചത്, ജനാധിപത്യ മതേതര വിദ്യാർത്ഥി ചേരിയെ ശക്തിപ്പെടുത്താൻ KSU പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഉമ്മൻചാണ്ടി പ്രവർത്തിക്കുന്ന കാലത്ത് MSFന്റെ അമരക്കാരൻ എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ട KPയും ഒന്നിച്ചുണ്ടായിരുന്നു എന്നാണ്. KP അങ്ങനെ എല്ലാ ആളുകളോടും സൗഹൃദം കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് KPയുടെ ഒരു പ്ലസ് പോയിന്റാണ്. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായുള്ള ബന്ധം, വൈക്കം മുഹമ്മദ് ബഷീറുമായി, തെക്കോടിയനുമായി, കുഞ്ഞുണ്ണി മാസ്റ്ററുമായി, MT വാസുദേവൻ നായരുമായി, NP മുഹമ്മദുമായി, UA ഖാദറുമായി, ഈ വക ബന്ധങ്ങളൊക്കെ KP ഉണ്ടാക്കിയത് നമ്മുടെ മുഖപത്രം ചന്ദ്രികക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് വിശാലമായ അർത്ഥത്തിലുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. നമുക്കറിയാവുന്നതുപോലെ പ്രവാസ ലോകത്തെ ചിത്രീകരിക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ നാട്ടിലൂടെ കല്ലായി പുഴ മുതൽ ബ്രഹ്മപുത്ര വരെ, അതുപോലെ വഴികാട്ടികൾ, മധുരിക്കും ഓർമ്മകൾ, പത്രപ്രവർത്തകന്റെ ഹജ്ജ് യാത്ര, പത്രഫലിതങ്ങൾ, CHന്റെ ഫലിതങ്ങൾ, അങ്ങനെ തുടങ്ങി KPയുടെ കരങ്ങളാൽ വെളിച്ചം കണ്ട ഒരുപാട് പുസ്തകങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ KP ജീവിതത്തിൽ ഓർമ്മിക്കാൻ കഴിയുന്ന ഒരുപാട് സംഗതികൾ സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ചരിത്രകാരൻ വിടവാങ്ങിയത്. കലഹിക്കുക എന്ന് പറയുന്നത് KPയുടെ പ്രത്യേകമായ സിദ്ധിയാണ്. ആളുകളോട് സംസാരിക്കുമ്പോൾ KPക്ക് ഇഷ്ടമല്ലെങ്കിൽ KP ആ കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർമ്മിക്കുന്നത്, KP മരിച്ച ദിവസം കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമം എഴുതിയ തലക്കെട്ട് കലഹിക്കാൻ ഇനിയില്ല ആ ചരിത്ര സൂക്ഷിപ്പുകാരൻ എന്നാണ്. അതെല്ലാ ആളുകൾക്കും അറിയാം, KP തുറന്ന് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. പത്രലോകത്തും KPയുടെ ബന്ധം വളരെ വലുതായിരുന്നു.
പത്രലോകത്തും KP-യുടെ ബന്ധം എന്ന് പറയുന്നത്, അദ്ദേഹം ചന്ദ്രിക പത്രത്തിനകത്ത് റഹീം മേച്ചേരിയെ പോലെ, UA ബീരാൻ സാഹിബിനെ പോലെ, അതോടൊപ്പം തന്നെ PK മുഹമ്മദ് സാഹിബിനെ പോലെ വളരെ കൃത്യമായി ചന്ദ്രികയുടെ വളർച്ചയിൽ പുതിയ വിവരങ്ങൾ, രാഷ്ട്രീയ വിവരങ്ങൾ മേച്ചേരിയുടെ പക്ഷത്തു നിന്നാണെങ്കിൽ, സമുദായത്തിന്റെ വിവരങ്ങൾ മാനു സാഹിബിന്റെ പക്ഷത്തു നിന്നാണെങ്കിൽ, ഓർമ്മകളുടെ കഥകൾ KP-യുടെ പക്ഷത്തു നിന്നും ചന്ദ്രികക്ക് വലിയ മുതൽക്കൂട്ടായി പ്രസിദ്ധീകരിക്കാൻ KP-യുടെ കഴിവ്, പ്രതിഭ, സിദ്ധി സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുണ്ട്. ഞാനിതെല്ലാം ഓർമ്മിച്ചെടുക്കുമ്പോൾ പണ്ട് പത്രപ്രവർത്തകന്മാരുടെ സമ്മേളനത്തിൽ ദേശാഭിമാനി പത്രത്തിന്റെ മലപ്പുറം P മൂസയും KP കുഞ്ഞുമൂസയും കടന്നു വരുമ്പോൾ ആരോ തമാശക്ക് പറഞ്ഞോലോ ഇമ്മിണി വലിയ മൂസ ഒന്നിച്ച് കടന്നു വരുന്നുണ്ട് എന്നാണ്. അപ്പൊ KP പത്രക്കാരുടെ ഇടയിലും വലിയ തമാശക്കാരനായിരുന്നു. KP മഹാനായ ബാഫി തങ്ങളുടെ അരികിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ച KP ചന്ദ്രിക പ്രസിദ്ധീകരിച്ച ബാഫി തങ്ങൾ സ്മരണികയുടെ 2ാം പതിപ്പ് കൊയിലാണ്ടിയിലെ ബാഫി തങ്ങളുടെ വീട്ടിൽ വെച്ച് പ്രസിദ്ധീകരിക്കുമ്പോൾ മഹാനായ സെയ്ദ് ഉമർ ബാഫി തങ്ങളുടെ കരങ്ങളിൽ നിന്ന് അത് ഏറ്റുവാങ്ങാൻ എന്നെ ക്ഷണിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ബാഫി തങ്ങളുടെ ഒരു സെക്രട്ടറിയെ പോലെ നീയലായി നടന്ന നിങ്ങളുടെ പിതാവിന്റെ ഓർമ്മക്ക് സെയ്ദ് ഉമർ ബാഫി തങ്ങളുടെ കരങ്ങളിൽ നിന്ന് നിങ്ങൾ ആ പുസ്തകം ഏറ്റുവാങ്ങണമെന്നാണ്. KP അങ്ങനെ ചരിത്രത്തെ കോർത്തിണക്കിയ നല്ല അനുഭവങ്ങളുടെ റെക്കോർഡുമായിട്ടാണ് അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് KP യാത്രയായിരിക്കുന്നത്. അതോടൊപ്പം KP-യുമായി ബന്ധപ്പെട്ട ഒരു സംഗതി കൂടി ഞാൻ ഓർമ്മിക്കുന്നു. CH മൊയ്തു മാസ്റ്ററുടെ പേരിൽ കരിയാട് ഒരു അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ അതിന്റെ ജൂറി കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ട KP-ക്ക് അവാർഡ് നാമനിർദ്ദേശം ചെയ്യാനും എനിക്ക് അവസരവും അനുഭവവും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഓർത്തു വരുമ്പോൾ പ്രിയപ്പെട്ട KP-യുടെ വിയോഗം സമൂഹത്തിന്, സമുദായത്തിന് വലിയ നഷ്ടമാണ്. KP കുടുംബപരമായും നമ്മളെല്ലാം യോജിച്ചു പോകുമ്പോൾ KP രസിക ഫലിത സാമ്രാട്ടാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. KP-യുടെ വീട്ടിന് മൈത്രി എന്നാണ് പേരിട്ടത്. അപ്പൊ ആരോ KP-യോട് തമാശക്ക് ചോദിച്ചു പോലും, പ്രിയപ്പെട്ട KP, താങ്കളുടെ വീട്ടിന്റെ പേര് മൈത്രി എന്നിടാൻ കാരണം എന്താണ്? അപ്പൊ പറഞ്ഞത്, എനിക്ക് 3 കുട്ടികളാണ്, അതുകൊണ്ടാണ് മൈത്രി എന്ന് പേരിട്ടതെന്നാണ്. KP ഫലിത സാമ്രാട്ടാണ്, നല്ല വിമർശകനാണ്, നല്ല ചരിത്ര സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹം ആ വിധത്തിലൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ഒരുപാട് നല്ല അനുഭവങ്ങളുമായി റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയായ പ്രിയപ്പെട്ട KP. അദ്ദേഹത്തിന്റെ വിമർശനത്തെക്കുറിച്ച് E.T. ബഷീർ സാഹിബ് പറയും, ക്യാപ്സ്യൂൾ വിമർശനം എന്നാണ്. വളരെ ചുരുക്കിയ അളവിൽ അദ്ദേഹം ആളുകളെ വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ട്. തലകുനിക്കാത്ത, വളരെ അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് ന്യൂനപക്ഷ സമൂഹത്തിന്റെ രാഷ്ട്രീയവും എല്ലാം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയ പ്രിയപ്പെട്ട KP, അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഈ ഹരിതം ചരിത്രവേദി കാണിച്ച ഈ ഒരു സന്നദ്ധതയെ അഭിനന്ദിക്കുകയും അള്ളാഹു നമുക്കെല്ലാം പ്രിയങ്കരനായ KP അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.